അപ്പോൾ നമ്മൾ കൊതുക് പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചും കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനിയെക്കുറിച്ചും അല്ലെങ്കിൽ മലമ്പനിയെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൊതുക് നിവാരണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അവസാന വാക്ക്. ഇത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കൊതുകിനെ പരമാവധി തുരത്തുക എന്നുള്ളതാണ്. അതിന് അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കൊതുകിന് ഇപ്പം ക്രീമുകളുണ്ട്. നമ്മള് കൊതുക് നിവാരണം സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയധികം കൊതുകുകളുള്ള സ്ഥലമാണ്, നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും കയ്യിൽ മോസ്കിറ്റോ റിപ്പലന്റ് മരുന്നുകൾ കരുതുക. കൊതുക് ബാറ്റുകളുണ്ട്. പക്ഷെ കൊതുക് ബാറ്റുകൾ നമ്മളെപ്പോഴും ഉണർന്നിരുന്ന് നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. മോസ്കിറ്റോ പാച്ചുകൾ കിട്ടും വാങ്ങിക്കാനായിട്ട്, ഉടുപ്പിലും അവിടെ ഇവിടെ ഒക്കെ ഒട്ടിക്കാനായിട്ട്. മോസ്കിറ്റോ റോൾ ഓൺ കിട്ടും. ഇതെല്ലാം ഇതിന്റെ മണം കൊണ്ട് മോസ്കിറ്റോ വരില്ല എന്നതാണ് അതിന്റെ തിയറി. അപ്പം അത് മാക്സിമം വാങ്ങിച്ച് എപ്പോഴും കരുതിയിരിക്കുക. ഈ ഒരു കൊതുക് കടി നമുക്ക് ശരിക്കും ഒരു ഭയങ്കര ഒരു വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒന്നായിരിക്കും. അതെ, പക്ഷെ ഇതിലൊരു വസ്തുതയുണ്ട്. ഒരു കൊതുക് ഒരു തവണ കടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രോഗം വരില്ല, അതോർത്ത് പേടിക്കണ്ട. ഈഡിസ് ഈജിപ്തി തന്നെ ആണെങ്കിൽ തന്നെ ഒരു തവണയല്ല 50,000 തവണ കടിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു രോഗം ഉണ്ടാകുന്നുള്ളൂ. ആ രോഗത്തിലേക്ക് നമ്മൾ അത്രയധികം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമേ ആ രോഗം നമുക്ക് പെടുന്നുള്ളൂ. അല്ല, ഒരു തവണ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിലധികം ഇമ്മ്യൂണിറ്റി ഉള്ള ശരീരമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കൊതുക് കടിച്ചാൽ ഉടൻ തന്നെ നമ്മൾ രോഗബാധിതരാകുന്നില്ല. പക്ഷെ നമ്മുടെ എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം രോഗങ്ങൾ. തീർച്ചയായിട്ടും. അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് മടങ്ങി വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ലേഡീസ് അവറിലെ ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമ്മൾ വാസ്തുവിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു വീട് നമ്മൾ ഒരു വാസ്തു സംബന്ധമായിട്ട് ഒരു വീട് വെക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ? അതായത് ഇപ്പോൾ വീടിന്റെ ദർശനം എങ്ങോട്ടായിരിക്കണം, ഒരു കിണർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിണർ ഏത് ഭാഗത്ത് വരണം. പൊതുവെ നമ്മൾ സൗകര്യം നോക്കിയിട്ട് മാത്രമല്ലല്ലോ കിണർ കുഴിക്കുക. അപ്പോൾ വെള്ളം എവിടെ കിട്ടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ പൊതുവായിട്ട് ഏറ്റവും ഒരു ജനറൽ ഫാക്ട്സ് എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് ആ പ്ലോട്ട് നമുക്ക് സൂട്ടബിൾ ആണോ അല്ലേ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. ആ ഗ്രഹനാഥന് അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണോ ആ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ ഇപ്പം ഏത് ഡയറക്ഷനിലും നമുക്ക് വീട് വയ്ക്കാം. കിഴക്കാണെങ്കിൽ വയ്ക്കാം, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഏത് ഡയറക്ഷനിൽ വേണോ നമുക്ക് വീട് വയ്ക്കാം. പക്ഷേ ആ ഡയറക്ഷൻ ആ വീട്ടിലുള്ള ഗ്രഹനാഥന് സൂട്ടബിൾ ആണോ അല്ലെങ്കിൽ ഗ്രഹനാഥന് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലോട്ടാണോ എന്ന് നോക്കണം. എന്നിട്ട് എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടായിരിക്കണം അവിടെ വയ്ക്കേണ്ടത് രണ്ടാമത്തെ നോക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ വീടിന് 5 ടൈപ്പ് പ്രായമുണ്ട്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. ഈ 5 ടൈപ്പ് പ്രായമുണ്ട്. ഇതിൽ കൗമാരത്തിലോ അല്ലെങ്കിൽ യൗവനത്തിലോ ഉള്ള വീടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ബെറ്റർ. നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്രായം അതാണ്. ഈ പ്രായത്തിലുള്ള വീടിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഏത് ഡയറക്ഷനിലാണോ വരേണ്ടത് ആ ഡയറക്ഷനിൽ എത്ര ഡിഗ്രി ആംഗിളിൽ വേണം വീടിൻ്റെ പൊസിഷൻ, വീട് നിൽക്കേണ്ടത് എത്ര ഡിഗ്രി ആംഗിളിൽ വേണം, അത് നമുക്ക് വ്യക്തമായിട്ട് നോക്കിയാലേ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ 1-2 വീടുകൾ ഞാൻ ഇതൊക്കെ നോക്കിയപ്പോൾ കഴിഞ്ഞ ലെറ്ററിലൊക്കെ നമുക്ക് അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈസ്റ്റിലാണ് വരികയാണെങ്കിൽ ഈസ്റ്റിൽ തന്നെ 3 ഡയറക്ഷൻസ് ഉണ്ട്. ഈസ്റ്റ് 1, 2, 3. അതിൽ ഈസ്റ്റ് 1 ആണ് ബെറ്റർ, 2ഉം 3ഉം നെഗറ്റീവ് എനർജിയാണ് കാണുന്നത്. അതേപോലെ തന്നെ സൗത്തിലും 1, 2, 3 ഉണ്ട്. അതിൽ സൗത്തിൽ 1 നെഗറ്റീവാണ്, 2ഉം 3ഉം പോസിറ്റീവാണ്. അതേപോലെ തന്നെ വെസ്റ്റിലും 1, 2, 3 ഉണ്ട്. അതിൽ 1 നെഗറ്റീവും 2ഉം 3ഉം പോസിറ്റീവും. അതേപോലെ നോർത്തിൽ വരുന്നത് 1 പോസിറ്റീവും 2ഉം 3ഉം നെഗറ്റീവാണ്. ഇങ്ങനെയാണ് ഓരോ പൊസിഷൻസ് വരുന്നത്. അതായത് നമ്മുടെ വീട് എത്ര ഡിഗ്രി ആംഗിളിലായിരിക്കണം അത് നിൽക്കേണ്ടത്, അത് രണ്ടാമത് ഈ സൂട്ടബിൾ ആയിട്ടുള്ള പ്ലോട്ടാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചിന്തിക്കേണ്ടത് അതിനെയാണ്, എത്ര ഡിഗ്രി ആംഗിളിൽ നിൽക്കണം. അത് നമ്മൾ വീടിന് ഫസ്റ്റ് കുറ്റി അടിക്കുമ്പോൾ തന്നെ നമ്മളതിന് കാൽക്കുലേഷൻ വേണം. ആ ഫസ്റ്റ് ചരട് പിടിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള കോമ്പസ് വെച്ചുകൊണ്ട് ഇത്ര ഡിഗ്രി ആംഗിളിലാണ് എൻ്റെ വീടിൻ്റെ ചരിവ് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മാറ്റം, ഒരു മനുഷ്യൻ്റെ
വീട് വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ഇത്. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തർ വീട് വയ്ക്കുന്നത്. ആ വീട് സൂട്ടബിൾ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ വീട് നമുക്ക് സൂട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം അതിനകത്തുണ്ടാവും. അപ്പം ആദ്യം അടിക്കുന്ന കുറ്റിയിൽ നിന്ന് പിടിക്കുന്ന ചരടാണ് ഏത് രീതിയിലാണ് വരേണ്ടത് എന്ന് നോക്കിയതിന് ശേഷം അതനുസരിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കണം. എത്ര ഡിഗ്രി ആംഗിൾ എന്നതിന് ശേഷം നമുക്ക് ബേസ്മെൻറ്റിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രധാന വാതിൽ വയ്ക്കുന്നത്. പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ അതിനകത്ത് പല ഈ മേസ്ത്രിമാരൊക്കെ പ്രധാന വാതിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ചരിവ് മാത്രമേ അവർ നോക്കാറുള്ളൂ. ഇങ്ങനെയുള്ള ചരിവ് അത് എത്ര ഡിഗ്രിയിൽ വരുന്നു എന്ന് അവർ ശ്രദ്ധിക്കാറില്ല. അതും നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ വാതിലിൻ്റെ പൊസിഷനും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് വയ്ക്കുന്നതിൻ്റെ 50% നമ്മൾ സക്സസ് ആയി കഴിയും. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് വീടിൻ്റെ ഏതൊക്കെ റൂം ഏതൊക്കെ പൊസിഷനിൽ വരണം അത് പ്ലാൻ കറക്ഷൻ്റെ അത് വരേണ്ടതാണ്. ടോയ്ലറ്റ് എവിടെ വരണം, ബെഡ്റൂം എവിടെ വരണം, കിച്ചൺ എവിടെ വരണം. കാരണം ഓരോ വീട്ടിലും ഓരോ ഗ്രഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ 4 നിന്ന് പോസിറ്റീവ് എനർജിയും 4 നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും അതേപോലെ തന്നെ കിച്ചൺ, ഡൈനിങ് റൂം, മെയിൻ ഹോളൊക്കെ വരേണ്ട അങ്ങനെയാണ്. നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം അവിടുത്തെ ടോയ്ലറ്റോ സ്റ്റോർ റൂമോ ഒക്കെ വരേണ്ടത്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീട് വയ്ക്കുന്നത് ആരംഭിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റിനേക്കാളും മുന്നേ വീടിൻ്റെ പണി തീരും. ഇപ്പോൾ ലോണൊക്കെ എടുത്തിട്ടാണ് വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റ്. എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ടയൊക്കെ ഒരു വീടിൻ്റെ അവർക്ക് ലോൺ എടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവരുടെ വീടിൻ്റെ ബേസ്മെൻറ്റ് നേരത്തെ കെട്ടിയിട്ടിരുന്ന അതിലൊരു ചെറിയൊരു റീ കറക്ഷൻ നമ്മൾ ചെയ്തു കൊടുത്തപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കയ്യിൽ വന്നിട്ട് വീട് 41 ദിവസത്തിനകത്ത് അവർ വീട് പണി പൂർത്തിയാക്കുകയും വാലുവേഷൻ ചെയ്തു. കാരണം അത്ര വലിയ പോസിറ്റീവ് എഫക്റ്റ് നമുക്കതിൽ നിന്ന് കിട്ടും. വളരെ നല്ലൊരു മാറ്റം. അപ്പം ബേസ് തന്നെ വീടിൻ്റെ ബേസ്മെൻറ്റ് കുറ്റിയിടൽ മുതൽ അതായത് വസ്തു വാങ്ങുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ വളരെ നമ്മുടെ ജീവിതം സക്സസ് ആയി കഴിയും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചുമ്മാ ഒന്ന് ഒരു വസ്തു വാങ്ങിക്കുന്നത് വസ്തുവിന് തന്നെ അതിൻ്റെ സ്ക്വയർ ഒരു വസ്തു വാങ്ങുമ്പോൾ നമ്മുടെ ഗൃഹനാഥന്റെ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി, അതോ ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കും? ഇപ്പം ഗൃഹനാഥന്റെ കാര്യം മാത്രം നോക്കുന്ന വെച്ചാൽ ആ ആൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ പുറത്തിറങ്ങി ജോലി ചെയ്ത് കാശ് കൊണ്ടുവന്ന ഒരാൾ അല്ലേ, ആ ഗൃഹനാഥന്റെ കാര്യം നോക്കാതെ വേറൊരാളുടെ രീതിയിലാണ് നോക്കി കഴിഞ്ഞാൽ സാർ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അമ്മയും അച്ഛനും ജോലി ചെയ്യുന്ന വീടുകളുണ്ടാവും, രണ്ടുപേരുടെയും കൂടെ ഇത് വെച്ച് നോക്കും. രണ്ടുപേർക്കും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് നോക്കുന്നത്. അത് രണ്ടാമത് മക്കൾക്കും അവർക്ക് വിദ്യാഭ്യാസം സക്സസ് ആവാൻ അവർക്ക് ഏത് റൂം യൂസ് ചെയ്യണം അതൊക്കെ കറക്റ്റ് ആയിട്ട് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഗൃഹനാഥൻ എന്നുള്ള പേര് പറഞ്ഞതെന്നേ ഉള്ളൂ. വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ റീകറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറ് നമ്മൾ ചെയ്യാറ്. ആ രീതി അനുസരിച്ച് സെറ്റ് ചെയ്താൽ വളരെ നല്ല മാറ്റം ആണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അവിടെ ബാക്കിയുള്ള ഇപ്പോൾ പല വീടുകളിലും മുത്തശ്ശനോ മുത്തശ്ശിയോ അങ്ങനെയൊക്കെ താമസിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ അവര് താമസിക്കുന്ന മുറിക്ക് എന്തെങ്കിലും പ്രത്യേകത വേണം, അല്ലെങ്കിൽ ആ മുറി ഒരു പർട്ടിക്കുലർ റൂം ആയിരിക്കണം, അങ്ങനെയുണ്ടോ? അല്ല, അത് നോക്കണം. ആ വീട്ടിൽ ഇപ്പൊ ഏറ്റവും മുതിർന്ന ഒരാള് എന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ടത് മിക്കവാറും ഗ്രാൻഡ് പാരന്റ്സിനെ അവർക്ക് കൊടുക്കുന്ന റൂം ഇപ്പോഴും ഞങ്ങൾ കിഴക്ക് ഭാഗത്തുള്ള റൂമോ അല്ലെങ്കിൽ നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമൊക്കെ ആയിരിക്കും. കന്നിമൂലയിലുള്ളതൊക്കെ വരുന്ന ആ ഭാഗത്തുനിന്ന് റൂം അവർ എപ്പോഴും കപ്പിൾസാണ്. കന്നിമൂല ഭാഗത്തുള്ള റൂം എല്ലാവരും നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കന്നിമൂല ഭാഗത്തു നിന്നാണ് പറയാറ്. അല്ല, ഓരോ വീട്ടിലുള്ള ആൾക്കാർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള റൂമിനെയാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ നമുക്ക് സൂട്ടബിളായിട്ടുള്ള റൂമിൽ സൂട്ടബിളായിട്ടുള്ള രീതിയിൽ തലവെച്ച് കിടക്കുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളും സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ സൂട്ടബിൾ ആയിട്ടുള്ള റൂമിൽ സൂട്ടബിൾ ആയിട്ടുള്ള ദിശയിലോട്ട് തല വെച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല മാറ്റമാണ്. ഇറങ്ങുന്ന കാര്യങ്ങൾ 100% സക്സസ് ആവും. നമുക്ക് ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ഹൈലി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ്. ഞാൻ പല പ്രഭാഷണത്തിലും ഞാൻ പറയാറുണ്ട്, വീട് ക്ഷേത്രമാക്കി മാറ്റുക എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനെ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു ക്ഷേത്രമാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയിച്ചു
വീട് സൂട്ടബിളായാൽ നമ്മുടെ ജീവിതം വിജയിച്ചു. പ്രശ്നങ്ങൾ മാറി, പകുതിയല്ല 3/4 പ്രശ്നങ്ങളും തീരും വീട് സൂട്ടബിളായി കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ വീടിനോട് അനുബന്ധിച്ച് നമ്മൾ എപ്പോഴും കിണർ ഒഴിക്കും അല്ലേ? അപ്പൊ കിണറും ഇങ്ങനെ വെക്കേണ്ട കിണറിന് പൊസിഷൻസ് ഉണ്ട്. കിണർ എപ്പോഴും നമ്മുടെ ജ്യോതിഷ വിധി പ്രകാരം പറയുന്നതല്ല, എപ്പോഴും എല്ലാ വീടുകളുടെയും നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിരിക്കും കിണർ വരേണ്ടത്. പിന്നെ അതിനകത്ത് ഈ കോടിക്കുത്ത് എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. നമ്മൾ ആ കോർണറിൽ നിന്നൊരു ചരട് പിടിച്ചു കഴിഞ്ഞാൽ കിണർ ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ, കിണർ കടന്നു പോകാത്ത രീതിയിൽ ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ, അവിടെയാണ് ഉത്തമമായിട്ടുള്ള സ്ഥാനം. ഭൂമിക്കടിയിൽ വെള്ളം കിട്ടുന്ന ഉത്തമമായിട്ടുള്ള സ്ഥാനം കിഴക്ക് ഭാഗത്താണ്. എന്നാൽ വീടിൻ്റെ ടെറസ് വീടാണെങ്കിൽ അതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്ക് വയ്ക്കേണ്ട സ്ഥലം കന്നിമൂല ഭാഗമാണ്, തെക്ക് പടിഞ്ഞാറാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ വാട്ടർ ടാങ്ക് വയ്ക്കാൻ ആ ഭാഗം അങ്ങനെ വെയിറ്റ് കൂടുതൽ, നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് വെയിറ്റ് കൂടുതലായിട്ട് വരേണ്ട ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് വരുന്നതും വടക്ക് ഭാഗത്തൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് മാറി, അതായത് നമുക്ക് എപ്പോഴും ഒരു മന വീടിന് ആവശ്യമാണ്. മനയെന്ന് പറയുമ്പോൾ വീടിനൊരു 1 മീറ്റർ ചുറ്റളവിലോ 1 മീറ്റർ ഗ്യാപ്പിൽ വീടിന് ചുറ്റും ചെറിയൊരു മതിൽ പോലെ കിട്ടുക, അത് മനയെന്നാണ് പറയുന്നത്. അതിന് പുറത്തായിരിക്കണം സെപ്റ്റിക് ടാങ്ക് വരേണ്ടത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശന സഹിതം എന്നെ വിളിക്കുക. നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർ തിരുവനന്തപുരം വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം, കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാനവിടെ ഉണ്ടാവും. നമസ്കാരം.